ാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും PS പ്രശാന്തിലേക്ക് അന്വേഷണം എത്താതിരുന്നത്. ഈ ആരാണ് ഈ പ്രശാന്തിനെ സംരക്ഷിച്ചത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത്തരമൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ശ്രീ എസ് നന്ദു, BJPയുടെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ ഒരു നിലപാട് അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഒരു അറസ്റ്റിന് തൊട്ട് മുൻപ് PS പ്രശാന്ത് പറഞ്ഞത് സർക്കാരിന്റെ സമ്മർദ്ദം SITക്ക് മേലുണ്ടെന്ന്. സ്വാഭാവികമായും ഇതേ സമ്മർദ്ദം മുൻപത്തെ, അതായത് ഇടത് സർക്കാരിൻ്റെ കാലത്തും SITക്ക് മേൽ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? മാത്രമല്ല, അതുകൊണ്ടായിരിക്കുമോ ഈ അറസ്റ്റ് ഇത്രയധികം നീണ്ടുപോയത്? മാത്രമല്ല, കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നു, പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നു. ഇപ്പോഴും യഥാർത്ഥ കള്ളന്മാർ പുറത്തു തന്നെയാണോ? തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യം കറക്റ്റാണ്. അതായത് യഥാർത്ഥ കള്ളന്മാർ ഇപ്പോഴും കളത്തിന് പുറത്തു നിൽക്കുകയാണ് എന്നുള്ള BJPക്ക് ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികളും അതുപോലെ പൊതുസമൂഹവും BJPയും ഒക്കെ പറഞ്ഞ വഴിയിലൂടെ തന്നെയാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിമാർക്കും അതിനും അപ്പുറത്ത് ഭഗവാന് തുല്യമായി കാണുന്ന ആരോ ഒരാൾ കൂടി ഇതിൻ്റെ കോൺസ്പിറസിയിൽ ഭാഗമാണ് എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അത് കേരളത്തിലെ പൊതുസമൂഹവും വിശ്വാസത്തിലെടുത്തിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് PS പ്രശാന്ത് അതിനൊരു രാഷ്ട്രീയമായ ആരോപണമായി ഉന്നയിക്കുമ്പോൾ, ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചു, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്വാഭാവികമായിട്ടുമുണ്ട്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയോ അതിനെ ഡിനൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത്ര കണ്ട് കോടതി പോലും നിരീക്ഷിക്കുമ്പോൾ, ഒരു ഘട്ടത്തിൽ കോടതി പോലും നിരീക്ഷിക്കുമ്പോൾ ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നവർ പോലും അതിന് വിഘാതമായി പ്രവർത്തിച്ചു എന്ന് കോടതികൾ പോലും നിരീക്ഷിക്കുന്ന നിലയിൽ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ പ്രവർത്തനം അത്തരത്തിലായിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃത്യമായും ഈ ഞങ്ങളൊക്കെ ആരോപിക്കുന്നത് പോലെ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാനല്ല, കട്ടുമുടിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ സംവിധാനങ്ങൾ, ഇടതുപക്ഷ ഭരണമായാലും ശരി, അവർ നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ നിയമനങ്ങളായിട്ടുള്ള പത്മകുമാർ ആയാലും വാസു ആയാലും അതുപോലെ തന്നെ PS പ്രശാന്ത് ആയാലും ഇവരെല്ലാവരും അവിടെ ശ്രമിച്ചത് ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാനല്ല, മറിച്ച് കട്ടുമുടിക്കാനാണ് എന്ന് കോടതികൾക്ക് പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിൻ്റെതായിട്ടുള്ള എല്ലാ ശീതളമേയും കിട്ടിയ ആളുകളാണ് ഈ പറയുന്ന 3 പേരും, ഈ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും. അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല, SIT രൂപീകരിച്ചതിന് ശേഷം ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ്റെ അച്ഛനായതുകൊണ്ട് ഈ പറയുന്ന വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കാനോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ എടുക്കുന്ന അപേക്ഷ പോലും സമർപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന അന്നത്തെ SIT തയ്യാറായിരുന്നില്ല. അതുപോലെ ഈ പറയുന്ന പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം, താങ്കൾ പറഞ്ഞതുപോലെ സ്വാഭാവിക ജാമ്യം ലഭ്യമാകുന്നതിന് വേണ്ടി കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുക, അതിനെ വൈകിപ്പിക്കുക. അതുപോലെ ആ ഘട്ടത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിരുന്ന ഘട്ടത്തിലൊക്കെ PS പ്രശാന്ത് കാണിച്ചിരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് താൻ ഒരു ഘട്ടത്തിലും ഇതിൽ പ്രതിയാകില്ല, തനിക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് പറഞ്ഞിരുന്ന PS പ്രശാന്ത് ഇന്ന് ഇതൊരു സർക്കാർ ഗൂഢാലോചനയാണ് എന്ന് എഴുതി ചേർക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായി പോലീസിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആളുടെ സ്വാധീനത്തിൽ നിർത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെ കൃത്യമായി കയ്യിലെ പാവ പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപയോഗിച്ചിരുന്നു എന്ന കൃത്യമായ സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോഴും ഈ അന്വേഷണത്തിൽ വ്യക്തമായ അതൃപ്തിയുണ്ട്. കാരണം ഈ അന്വേഷണത്തിൻ്റെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മാറി, അത് കോൺഗ്രസിൻ്റെ VD സതീശൻ സർക്കാർ വന്നിട്ടും ഇത്രയേറെ ഡിനൈഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നത്. ഈ കേസ് അന്വേഷിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള കൃത്യതയാർന്ന നിലപാടും ഈ പറയുന്ന VD സതീശൻ സർക്കാരിന് ഇല്ല എന്നാണ് ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിൽ PS പ്രശാന്തിനെ പ്രതിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി പ്രതിയാകേണ്ടത് PS പ്രശാന്തിനും അതുപോലെ തന്നെ വാസുവിനും അതുപോലെ പത്മകുമാറിനും ഇതിൽ നിയമനം നൽകിയ ഒരു ഘടകമുണ്ട്. അത് ഈ സംസ്ഥാനം കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചിരുന്ന സംവിധാനമായിട്ടുള്ള സർക്കാരുകളാണ്. ആ സർക്കാരുകളുടെ ദേവസ്വം ബോർഡ് മന്ത്രിമാർ എങ്ങനെയാണ് ഈ കേസിൽ പ്രതികളാവാതെ പുറത്തു നിൽക്കുന്നത്? ഇനി
എനിക്കുള്ളൊരു സംശയം, പൊതുസമൂഹത്തിനുള്ളൊരു സംശയം, ഇതിൻ്റെ ഈ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ കാണാൻ പരപരാ നേരം വെളുക്കും മുൻപ് ഈ പറയുന്ന ഈ കേസിലെ കൾപ്രിറ്റ് ആണ് എന്ന് കോൺഗ്രസ് തന്നെ ആരോപിക്കുന്ന, കോൺഗ്രസ് പാർട്ടി പോലും അതിൽ എതിരഭിപ്രായം പറയാത്ത കടകംപള്ളി സുരേന്ദ്രനും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും തമ്മിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച എന്തിനാണെന്ന് ഇന്ന് വരെ കോൺഗ്രസ് നേതാക്കന്മാരോ അതുപോലെ രമേശ് ചെന്നിത്തലയോ വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ ന്യായം താങ്കളടക്കമുള്ള മാധ്യമപ്രവർത്തകർ വിശ്വസിക്കുന്നു. സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടോ അന്നത്തെ ആ കൂടിക്കാഴ്ചയിൽ? താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ കടകംപള്ളിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയിൽ ഒരു സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടോ? മാത്രമല്ല അങ്ങനെയെങ്കിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഒരിക്കലും പ്രതിപട്ടികയിലേക്ക് വരില്ല എന്ന് തന്നെയാണോ BJP കരുതുന്നത്? ഒരു കാര്യം ഞാൻ തീർച്ചയായും പറയാം, ഒരു സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടോ എന്ന സംശയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിലും കൃത്യമായി ഞങ്ങൾ അങ്ങനെ ഒരു സംശയം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നയാൾ ആയിട്ടുള്ളയാൾ അദ്ദേഹം തന്നെ രാഷ്ട്രീയമായി പല വേദികളിൽ ആരോപിച്ചിട്ടുള്ള സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന് അവരും അവരുടെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും രമേശ് ചെന്നിത്തലയും ഘട്ടാഘട്ടങ്ങളിൽ ആരോപിച്ചിട്ടുള്ള ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് അദ്ദേഹം പറയാൻ തയ്യാറാവാത്തത്? അതെന്തുകൊണ്ടാണ് ഒരു സ്വകാര്യ സന്ദർശനം എന്നുള്ള നിലയിൽ മാത്രം കടകംപള്ളി പറഞ്ഞു പോകുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ വ്യക്തത എന്നുള്ളത് വരുത്താൻ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടി തയ്യാറാവാത്തത്? സ്വാഭാവികമായും ഇതിലൊരു ഒത്തുതീർപ്പ് മണക്കുന്നുണ്ട്. അതിനുമപ്പുറം VD സതീശൻ ഈ ഇലക്ഷനിലെ ഇപ്പോൾ കഴിഞ്ഞു പോയ ഇലക്ഷനിൽ 2026 നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 140 മണ്ഡലങ്ങളിലും VD സതീശൻ പ്രസംഗിച്ച എല്ലാ വേദികളിലും VD സതീശൻ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ തുറങ്കിലടയ്ക്കും. ഈ സർക്കാർ 100 സീറ്റുകളോടുകൂടി അധികാരത്തിലേക്ക് UDF സർക്കാർ വരുമ്പോൾ ആ UDF സർക്കാരിലെ ആദ്യ ക്യാബിനറ്റിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും CBIയെ കൊണ്ട് ഞങ്ങൾ അന്വേഷിപ്പിക്കും എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്തേ 1, 2, 3, 4 ഒക്കെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ടും ഇന്നും അത് CBIക്ക് വിടുന്നില്ല? ഇനി CBI അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തില്ലേ എന്ന് ചോദിച്ചാൽ ഇത്തരം ഈ പറയുന്ന ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യക്ക് പുറത്ത് വരെ പോയിട്ടുണ്ട് എന്ന സംശയം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു SITക്ക് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഈ പോലീസ് സംവിധാനത്തിന് എത്രത്തോളം കാര്യക്ഷമമായി അന്വേഷിക്കാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാവണ്ടേ? അപ്പോൾ ഇതിലൊന്നും തയ്യാറില്ല എന്നുള്ളത് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഒട്ടേറെ തരത്തിലുള്ള ഒരു സംശയ നിൽക്കുന്ന ഇടപെടലുകൾ നമ്മൾ കാണുകയാണ്. അതിനോടൊപ്പം ഞങ്ങളൊക്കെ കരുതിയിരുന്നത് UDF അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശബരിമലയിലെ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്നൊക്കെ പാട്ടെഴുതി ഈ കേരളത്തിനകത്ത് വോട്ട് പിടിച്ച UDF സംവിധാനം, ആ UDF സംവിധാനം അധികാരത്തിലേക്ക് വരുമ്പോൾ സാധാരണ പൊതുജനങ്ങളും ഞങ്ങളും ഒക്കെ കരുതിയിരുന്നത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ കൊള്ളക്കാരെ മുഴുവൻ 1, 2, 3, 4 എന്നുള്ള നിലയിൽ കൃത്യമായി പിടിച്ച് ഇരുമ്പഴികൾക്കുള്ളിലേക്ക് ഇടാൻ പോകുന്ന പാകത്തിനുള്ള പ്രവർത്തനം നടക്കുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷേ PS പ്രശാന്ത് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ മീനിൽ ഇത് ഒതുക്കാനുള്ള പരിശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നുള്ള ഒരു സംശയം, അത് BJPയുടെ രാഷ്ട്രീയമായ സംശയം മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിനും ആ സംശയമുണ്ട് എന്നുള്ളത് അത് നിവർത്തിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് എന്റെ നിലപാട്. കാരണം നന്ദു സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതായത് CPMനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രചാരണം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരുന്നു. എന്തായാലും അതിലേക്ക് എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.